ദേശീയ തലത്തിലുള്ള ശുചിത്വ റാങ്കിങ്ങിൽ കേരളത്തിന് നേട്ടം കൈവരിക്കാൻ സാധിച്ചത് 2 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. സംസ്ഥാനത്തെ ഹരിത കർമ്മസേന ദേശീയ തലത്തിലും മാതൃകകൾ സൃഷ്ടിക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങൾ പോലും ഇത് അനുകരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ചളവറയിൽ പറഞ്ഞു. ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.ബി. രാജേഷ്. ചരിത്രത്തിലാദ്യമായി കേരളത്തിന് ഏറ്റവും മികച്ച നേട്ടം ഈ വർഷം കൈവരിക്കാൻ കഴിഞ്ഞു. ആദ്യത്തെ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളിൽ 8 കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ കാറ്റഗറികളിലായി. കേരളത്തിൽ ഇത് മുനിസിപ്പാലിറ്റികൾക്ക് മാത്രമുള്ളതാണ്. കേരളത്തിൽ 94 മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഉള്ളതിൽ 82 1000-ന്റെ ഉള്ളിൽ വന്നു റാങ്ക്. കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയ ഏറ്റവും മെച്ചപ്പെട്ട റാങ്ക് 1370 വർക്കല മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയ 1370. അവിടെ നിന്നാണ് 100-ൽ താഴെ 8 വന്നു, 1000-നകത്ത് 82 വന്നു. ഇപ്പൊ നമ്മുടെ ഏറ്റവും മോശം റാങ്ക് 1385. അത് കഴിഞ്ഞ 2 കൊല്ലം പ്രത്യേകിച്ച് ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം സർക്കാർ നടത്തിയ കഠിന പ്രയത്നത്തിന്റെ നേട്ടം. സർവേയെക്കുറിച്ചും റാങ്കിങ്ങിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തെക്കാളോ കേരളത്തിലെ നഗരങ്ങളെക്കാളോ പ്രകടമായി തന്നെ മോശമായ പലർക്കും ഇതിനേക്കാൾ മെച്ചപ്പെട്ട റാങ്കിങ് കൊടുത്തു തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു മാനദണ്ഡം എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ അതിനെ പൂർണ്ണമായിട്ടൊന്നും തള്ളിക്കളയുന്നില്ല. ഈ മാറ്റം 2 കൊല്ലം നടത്തിയ കഠിന പ്രയത്നത്തിന്റെ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയാവില്ല. 2 കൊല്ലം ഓരോ ഇഞ്ച് യുദ്ധം ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പോഴും ഹരിതകർമ്മസേനയെ പരിഹസിക്കുന്നവരും ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിക്കുന്നവരൊക്കെ ഒറ്റ കണക്ക് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം ഹരിതകർമ്മസേന വഴി ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് 1,26,100 ടണ്ണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോ. 1,26,000 × 1000 എന്ന് പറഞ്ഞാൽ 12.5 കോടി കിലോ പാഴ്വസ്തുവാണ് ഒറ്റ കൊല്ലം. ഹരിതകർമ്മസേന ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതെല്ലാം എവിടെ വരും? തോട്ടിൽ വലിച്ചെറിയും, തോട്ടിൽ വലിച്ചെറിയും, പാടത്ത് വലിച്ചെറിയും, പൊതുസ്ഥലങ്ങളിൽ നിന്നും വലിച്ചെറിയും. ഇപ്പോഴും ഹരിതകർമ്മസേനയെ കുറ്റപ്പെടുത്തുന്നവരും അവർക്കൊരു 50 റുപ്യ കൊടുക്കാൻ ജീവൻ പോകുന്ന വേദന അനുഭവിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി സെൻട്രൽ ഫിനാൻസ് സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും 49 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ചളവറ കൈലാട്ടിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നിർമ്മിച്ചത്. ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള ടോയ്ലറ്റ് സംവിധാനം, ജനസേവന കേന്ദ്രം, കഫ്തീരിയ, വിശാലമായ കമ്മ്യൂണിറ്റി ഹാൾ എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പി. വിശ്വനാഥൻ, കെ. ഉണ്ണികൃഷ്ണൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി. വരുൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പാലോളി ഹുസൈൻ, വി. രതീഷ്, വി. പി. മുരളീധരൻ എന്നിവരും പങ്കെടുത്തു. തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം നിവ ഗോൾഡ് ഒരുക്കുന്നു ഓരോ ഗോൾഡ് പർച്ചേസ് പ്ലാൻ. പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ.